ഇപ്പൊ പറയണം, ആരാ സാരി വാങ്ങിയത്? രമേശാണോ സാരി വാങ്ങിയത്? എങ്കിൽ രമേശ് എന്തിനാ സാരി വാങ്ങിയത്? പറയണം. പറയണം മിസ്റ്റർ, രമേശ് എന്തിനാ സാരി വാങ്ങിയത്? പറയണം വക്കീലേ, എന്തിനാ സാരി വാങ്ങിച്ചത്? പറയാം. മോഹൻ അശ്വതിയെ വിവാഹം കഴിക്കുന്നതിൽ ഞാനെതിരായിരുന്നു. കാരണം 10-20 വർഷത്തിന് മുമ്പ് അശ്വതിയുടെ അമ്മയും നാടകനടിയുമായ രുക്മിണിയുടെ ഡൈവോഴ്സ് കേസിൽ അവർക്ക് വേണ്ടി ഞാനാണ് അപ്പിയർ ചെയ്തത്. വിധി അവർക്ക് അനുകൂലമായിരുന്നു. അവരെന്നെ കാണാൻ വന്നു. ഇത് വിധി പകർപ്പാണ്, സൂക്ഷിച്ചു വെച്ചോളൂ. ഇതാ സർ ഫീസ്. ഫീസൊക്കെ ഞാൻ വാങ്ങിച്ചു കഴിഞ്ഞല്ലോ. എന്നാലും സാർ വേണ്ട, ആവശ്യമുള്ളപ്പോൾ ഞാൻ ചോദിച്ചു മേടിച്ചോളാം. ഡൈവോഴ്സും കിട്ടി, രുക്മിണി സ്വതന്ത്രയായി. ഇനി എന്താ പരിപാടി? ഞാൻ മദ്രാസിലേക്ക് പോവാണ് സാർ. അവിടെ ചെന്നാ വല്ല സിനിമയിലും ചാൻസ് കിട്ടും. മദ്രാസ് ചെന്ന എവിടെ താമസിക്കും? വല്ല പരിചയക്കാരുണ്ടോ? ഒരു കൂട്ടുകാരിയുണ്ട്. തൽക്കാലം അവളുടെ കൂടെ താമസിക്കാം. പിന്നെ ചാൻസ് ഒക്കെ കിട്ടുമ്പോ. എന്റെ അഡ്രസ് ഇല്ല കയ്യില്? ഉണ്ട്. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ അറിയിച്ചാൽ മതി. അപ്പൊ ഞാൻ വരട്ടെ സാർ. കേസിന്റെ ആവശ്യത്തിനും മറ്റും മദ്രാസിൽ പോകുമ്പോൾ പലപ്പോഴും ഞാൻ രുക്മിണിയുമായി കണ്ടിരുന്നു. ഞങ്ങൾ ഒരുമിച്ച് താമസിച്ചു, ബന്ധപ്പെട്ടു. ഒരിക്കൽ മദ്രാസിൽ ഞാനുള്ള സമയം രുക്മിണി എന്നെ കാണാൻ ഞാൻ താമസിക്കുന്ന ഹോട്ടലിൽ വന്നു. രുക്മിണി പറഞ്ഞത് സത്യമാണോ? അതെ സർ, ഞാൻ ഇന്നലെ ഒരു ഡോക്ടറെ കണ്ടു. രുക്മിണി, എനിക്ക് പരിചയമുള്ള ഡോക്ടേഴ്സ് ഇവിടെയും ധാരാളമുണ്ട്. നമുക്ക് അബോർഷൻ നടത്താം. വേണ്ട സർ. ഒരു പ്രശ്നം ഉണ്ടാവില്ലെന്നേ. വേണ്ട, എനിക്ക് ഈ കുഞ്ഞിനെ പ്രസവിക്കണം, അതിനെ വളർത്തണം. അതെന്റെ ആഗ്രഹമാണ് സാർ. സാറിന് ഭാര്യയും കുട്ടിയുള്ള കാര്യം എനിക്കറിയാം. ഒരിക്കലും ഞാൻ സാറിനൊരു ഉപദ്രവമാകില്ല. ഈ കുഞ്ഞിന്റെ അച്ഛൻ ആരാണെന്നുള്ള കാര്യം ഞാൻ ഒഴികെ ഈ ലോകത്ത് മറ്റാരും അറിയില്ല. സാറിന് എന്നെ പൂർണ്ണമായും വിശ്വസിക്കാം. അതിനുശേഷം രുക്മിണിയെ 1-2 പ്രാവശ്യമേ ഞാൻ കണ്ടിട്ടുള്ളൂ. അശ്വതിയെ രുക്മിണി പ്രസവിച്ചു. അവൾ വളർന്ന് ബാലതാരമായി, പ്രസിദ്ധ നടിയായി. രുക്മിണി മരിച്ച വിവരം ഞാൻ ഏതോ പേപ്പറിൽ വായിച്ചാണ് അറിഞ്ഞത്. പക്ഷെ മരിക്കുന്നവരെയും രുക്മിണി വാക്കുപാലിച്ചു. അശ്വതിയുടെ അച്ഛൻ ഞാനാണെന്ന കാര്യം അവൾ ആരോടും പറഞ്ഞിരുന്നില്ല. എന്റെ മകനും അശ്വതിയും തമ്മിൽ സ്നേഹത്തിലാണെന്ന കാര്യം വളരെ വൈകിയാണ് ഞാൻ അറിഞ്ഞത്. എത്ര ശ്രമിച്ചിട്ടും എനിക്ക് അവനെ അതിൽ നിന്നും പിന്തിരിപ്പിക്കാനായില്ല. മരിക്കുന്നതിന് ഒരാഴ്ച മുമ്പ് മദ്രാസ് ചെന്ന് അശ്വതിയോട് ഞാൻ അഭ്യർത്ഥിച്ചു. അവളും കൂട്ടാക്കിയില്ല. വേണമെങ്കിൽ മോഹനെ പിന്തിരിപ്പിക്കാൻ അവൾ എന്നോട് പറഞ്ഞു. ഞാൻ അശ്വതിയെ കണ്ട കാര്യം അറിഞ്ഞ മോഹൻ എന്നോട് തറപ്പിച്ചു പറഞ്ഞു, ആരെതിർത്താലും ശരി അവർ തമ്മിൽ വിവാഹം കഴിക്കുമെന്ന്. ആ വിവാഹം ഒരിക്കലും നടക്കാൻ അനുവദിക്കരുത്. അവസാനമായി അവളെ ഒന്നുകൂടി കാണാൻ ഞാൻ തീരുമാനിച്ചു. ഞാനൊരു കേസ് പ്രമാണിച്ച് തൃശ്ശൂർക്ക് പോയി. എത്ര വൈകിയാലും എനിക്ക് വേണ്ടി വീട്ടിൽ കാത്തിരിക്കണമെന്ന് രമേശിനോട് പറഞ്ഞിട്ടാണ് ഞാൻ പോയത്. ട്രെയിനിലാണ് ഞാൻ മടങ്ങിയത്. *87152. സർ. ഹലോ, ഹോട്ടൽ പ്രസിഡന്റ് അല്ലേ? അവിടെ അശ്വതി ഉണ്ടോ? 353401. രമേശ് അല്ലേ? ഞാൻ ഹോട്ടൽ പ്രസിഡന്റിലേക്ക് പോവുക. നീ അങ്ങോട്ട് വാ. ക്യൂക്ക്. ഹോട്ടൽ പ്രസിഡന്റ്. ജോർജ് ഗിരിനായർ. ജോയ് BTH. ഹോട്ടൽ പ്രസിഡന്റ്. എന്താ പേര്? അഡ്വക്കേറ്റ് SJ നായർ. താനിങ്ങനെ എന്നെ അറിയും? എന്റെ ചേട്ടന്റെ ഒരു കേസ് സാറ് വാദിച്ചിട്ടുണ്ട്.
എത്രയാ? 5 രൂപ. ആ, താൻ എത്തിയോ? എത്തി. വണ്ടി കൊണ്ടുപോയി പാർക്ക് ചെയ്തിട്ട് പോരെ. ശരി. എന്താ കാശ് പോരെ? മതി സർ. പിന്നെ സാറോ വരൂ. താങ്ക് യു. ഇരിക്കൂ. മോഹൻ ഇപ്പൊ പോയതേ ഉള്ളൂ. മോഹൻ എന്ത് പറഞ്ഞു? മെഡ്രാസിൽ മടങ്ങിയെത്തിയാലുടൻ രജിസ്റ്റർ വിവാഹം നടത്താന്ന് പറഞ്ഞിട്ടാ മോഹൻ പോയത്. അശ്വതി എന്ത് തീരുമാനിച്ചു? എന്റെ തീരുമാനം ഞാൻ മെഡ്രാസിൽ വെച്ച് തന്നെ സാറിനോട് പറഞ്ഞതല്ലേ. നീ പിന്മാറില്ല അല്ലേ? മകൻ എന്നെ വിവാഹം ചെയ്യുന്നതിൽ സാറിന് എതിർപ്പുണ്ടെങ്കിൽ ആ കാര്യം മകനോട് പറഞ്ഞാ മതി. അല്ലാതെ നീ പിന്മാറില്ല? ഇല്ല. നീ ജീവിച്ചിരുന്നാലല്ലേ ഈ വിവാഹം നടക്കൂ. രമേഷ്, രമേഷ്, സാരി ഒന്നും കാണുന്നില്ലല്ലോ. ഇവിടെ സാരി ഉപയോഗിക്കില്ലേ? ഞാൻ വാങ്ങിച്ചോണ്ടിരുന്നു സാർ. ഈ സമയത്ത് എവിടെ കിട്ടും? ട്രാൻസ്പോർട്ട് സ്റ്റാൻഡിൽ ഒരു കടയുണ്ട്. ഇനി എന്തെങ്കിലും വേണോ സാർ? ഒന്നും വേണ്ട, വേഗം ഒന്ന് പാക്ക് ചെയ്തതാ. നീ പുറത്തിറങ്ങി പൊടി പൂട്ടിയിട്ട് താക്കോല ജനലിൽ കൂടെ അകത്തേക്ക് ഇടണം. വെച്ചെടുത്തു വാ. വാ. മറ്റൊരു മാർഗവും ഇല്ലാത്തതുകൊണ്ടാണ് ഞാനത് ചെയ്തത്. അശ്വതി നിങ്ങളുടെ മകളാണെന്നുള്ള കാര്യം അശ്വതിയോടോ മോഹനോടോ നിങ്ങൾ എന്തുകൊണ്ട് പറഞ്ഞില്ല? അപമാനം ഭയന്നാണ് ഞാൻ പറയാഞ്ഞത്. സഹോദരൻ സഹോദരിയെ സ്നേഹിച്ച് വിവാഹം കഴിക്കാൻ തീരുമാനിച്ച കാര്യം നാട്ടുകാരറിഞ്ഞാൽ അത് താങ്ങാനുള്ള ധൈര്യം എനിക്കുണ്ടായില്ല.
വെരി സോറി മിസ്റ്റർ മോഹൻ. കുറച്ചു നേരത്തേക്കാണെങ്കിൽ കൂടി മോഹനെ കുറ്റവാളിയാക്കിയതിൽ എനിക്ക് ദുഃഖമുണ്ട്. ഓട്ടോ ഡ്രൈവറുടെ മൊഴിയിൽ നിന്നും യാത്രക്കാരൻ വക്കീലാണെന്ന് മനസ്സിലായി. തുണിക്കടക്കാരൻ രമേശിനെ തിരിച്ചറിഞ്ഞതോടുകൂടി തെളിവുകൾ പൂർണ്ണമായെന്ന് ഞങ്ങൾ കരുതി. പക്ഷേ മിസ്റ്റർ രമേശ് ഞങ്ങളുടെ കണക്കുകൂട്ടലുകൾ മുഴുവൻ തെറ്റിച്ചു. വാദിക്കാനോ നിഷേധിക്കാനോ നിൽക്കാതെ രമേശ് കുറ്റം സമ്മതിച്ചു. കൂട്ടത്തിൽ ഗുരുവിനെ രക്ഷിക്കാൻ വത്സല ശിഷ്യൻ താൻ ഒറ്റയ്ക്കാണ് അശ്വതിയെ കൊന്ന് കെട്ടിത്തൂക്കിയതെന്ന് പറഞ്ഞു. ഞങ്ങൾ എത്ര ശ്രമിച്ചിട്ടും രമേശ് തന്റെ സ്റ്റേറ്റ്മെന്റിൽ തന്നെ ഉറച്ചു നിന്നു. ഹി ഈസ് വെരി സിൻസിയർ ടു യു. ഒരു സഹായം ഇല്ലാതെ ഒരാൾക്ക് ഒറ്റയ്ക്ക് ഈ കൃത്യം ചെയ്യാനാവില്ലെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ടായിരുന്നു. ഒരുപക്ഷെ സഹായിയെ പിടികിട്ടാതെ ഈ കേസ് കോടതിയിലെത്തിയാൽ ആ കാര്യം കോടതിയിൽ ഉന്നയിച്ച് തന്റെ സീനിയർ തന്നെ രക്ഷിക്കുമെന്ന് രമേശ് വിശ്വസിച്ചു കാണും. അല്ലടോ? ഏതായാലും മകനെ രക്ഷിക്കാൻ അച്ഛനെത്തുമെന്നറിയാം. അറിഞ്ഞുകൊണ്ട് ഒരു കുറ്റവാളിയും രക്ഷപ്പെടരുതെന്ന് കരുതിയാണ് ഇങ്ങനെ ഒരു നാടകം കളിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചത്. വൺസ് അഗൈൻ ഐ ഫീൽ സോറി ഫോർ വാട്ട് ഹാസ് ഹാപ്പൻ മിസ്റ്റർ മോഹൻ. CBIയുടെ രീതി മനസ്സിലായോ? ഇപ്പോ കെട്ടിച്ചമച്ച കീറമാറാപ്പൊക്കെ ഇപ്പൊ തെളിവായി. 20 വയസ്സ് കഴിഞ്ഞ് ജീവിതം ആരംഭിക്കാൻ തുടങ്ങിയ ആ പെൺകുട്ടിയുടെ ജീവനേക്കാൾ പ്രധാനമാണോ വാർദ്ധക്യത്തിലെ കാലൂന്നിയ നിങ്ങളുടെ ദുരഭിമാനവും അന്തസ്സും? ഒരല്പം കരുണ നിങ്ങളിൽ ഉണ്ടായിരുന്നെങ്കിൽ മകളും ജീവിച്ചു പോകായിരുന്നില്ലേ ഈ ലോകത്ത്? സർ, യെസ്, യു ക്യാൻ ടേക്ക് ദം. മിസ്റ്റർ ദേവദാസ്. ടേക്ക് ദം. സർ, വരൂ. സാറിന് അന്തസ്സായിട്ട് റിട്ടയർ ചെയ്യാം. താങ്ക് യു സേതു. താങ്ക് യു വെരി മച്ച്. വെൽക്കം. ചാവാൻ വിധിയുള്ള മുയലാണെങ്കിൽ ഇപ്പോഴും ചാവുമെന്ന് സാറിന് ബോധ്യമായോ? എന്റെ കർത്താവേ, ഇയാളെ വെള്ളം പോലും കിട്ടാത്ത ഒരിടത്തേക്ക് സ്ഥലം മാറ്റിയിരുന്നെങ്കിൽ. എന്താ സപ്പച്ച? അല്ല, ആ പിടികിട്ടാപ്പുള്ളി സുകുമാരക്കുറുപ്പിന്റെ കാര്യം ഇതുവരെ ഒന്നും ആയിട്ടില്ല.